അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ് നല്ല അർഹതപ്പെട്ട കൈകളിലാണ് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു. സ്റ്റേറ്റ് അവാർഡ് അർഹതപ്പെട്ടവർക്കാണ്. മമ്മൂട്ടിക്ക് കിട്ടുന്നതാണ്. മമ്മൂട്ടി അർഹിച്ച കിട്ടാത്ത കാരണം കഴിഞ്ഞ കൊടുത്തുകൊണ്ടാണ്. കഴിഞ്ഞ പുള്ളി കൊടുത്തുകൊണ്ടാണ്. ഉർവശി മാഡം അർഹിച്ചു, പൃഥ്വിരാജും അർഹിക്കുന്നുണ്ട്. സ്റ്റേറ്റ് അവാർഡിൽ ഒരു അട്ടിമറി നടന്നിട്ടില്ല. ജനങ്ങൾക്കിടയിൽ പക്ഷെ ഒരു സംസാരമുണ്ട്, മമ്മൂക്കയായിരുന്നു അത് ഏറ്റവും അനുയോജ്യ അർഹത. കാരണം മമ്മൂട്ടിയാണ് അർഹിക്കുന്നെങ്കിലും കഴിഞ്ഞ മമ്മൂട്ടി കിട്ടി, അതുകൊണ്ടാണ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പൃഥ്വിരാജ് കൊടുത്തത്. പക്ഷേ പൃഥ്വിരാജ് ആടിയതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ നാഷണൽ അവാർഡിൽ അട്ടിമറി നടന്നുണ്ട്. അത് മമ്മൂക്ക അർഹിച്ചതാണ്. അതില് സിനിമയിൽ തന്നെ ഉള്ളവരുടെ സങ്കോചിതമായ ഇടപെടലാണെന്ന്. രാഷ്ട്രീയമാണ്. അവിടെ ഒരു പ്രത്യേക പാർട്ടിയെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നാഷണൽ അവാർഡ് കിട്ടുള്ളൂ. ഇപ്പോൾ കങ്കണ റണൌട്ടിന് കിട്ടിയതും അക്ഷയ് കുമാറിന് കിട്ടിയതും പുഷ്പയിൽ അല്ലു അർജുന് കിട്ടിയതും ലാലേട്ടനും പത്മഭൂഷൺ കിട്ടിയതും എല്ലാം പിന്നിൽ ആ രാഷ്ട്രീയ പാർട്ടിയാണ്. കാന്താരത്തിന് കിട്ടിയത് എല്ലാം ആ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി ഞാൻ പറയുന്നില്ല, അത് അനുകൂലമായതുകൊണ്ടാണ് കിട്ടുന്നത്. മമ്മൂട്ടി ആ പാർട്ടിയിലല്ലാത്തത് കൊണ്ടാണ് കിട്ടാത്തത്. മമ്മൂട്ടിയാണ് അർഹിച്ചത്. ഇപ്പോൾ ആടുജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ അഭിനയവും ആ ട്രാൻസ്ഫോർമേഷനും അതുകൊണ്ട് വിലയിരുത്തിയാണ് കിട്ടിയതെന്ന് വെച്ചത്. പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷൻ സമ്മതിക്കണം. കാരണം വെയിറ്റിൽ കുറച്ച് ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. അത് സമ്മതിച്ച് കൊടുക്കണം. അത് നല്ല കഷ്ടപ്പെട്ട് എടുത്ത ഫിലിമാണ്. രണ്ടുപേരും ഒരുപോലെ അർഹിച്ചതായിരുന്നു. രണ്ടുപേരും അർഹിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും മമ്മൂട്ടി പൃഥ്വിരാജിന് ആടുജീവിതം മാത്രമേ ഉള്ളൂ. മമ്മൂട്ടിക്ക് രണ്ടുകൂടി വളവുണ്ടായിരുന്നു. മമ്മൂട്ടിയെ കൂടുതൽ അർഹിച്ച. പക്ഷേ ഇത് പണ്ടും വാസ്തവത്തിന് പൃഥ്വിരാജിന് കിട്ടി, മമ്മൂട്ടി കിട്ടിയില്ല. കാരണം അത് നേരത്തെ കിട്ടിയവർക്ക് കൊടുക്കില്ല. അങ്ങനെ സംഭവമുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടനൊന്നും ഇപ്പോൾ ആർട്ട് ഫിലിംസ് ചെയ്യുക. തിരുച്ചിത്രമ്പലത്തിന് നിത്യാമേനോനും നാഷണൽ അവാർഡ് അർഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്നാണ്. വ്യക്തിയാണ്. തിരുച്ചിത്രമ്പലത്തിൽ നിത്യാമേനോനെ അഭിനയിച്ചിട്ടുണ്ട്, ഒപ്പം ധനുഷ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഉർവശി കിട്ടേണ്ട അവാർഡാണ്. അവിടെയും അയോധ്യയെ രേവതി സപ്പോർട്ട് ചെയ്തപ്പോൾ നിത്യമേനോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അത് ഫാക്ടർ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉർവശി കിട്ടേണ്ട അവാർഡാണ്. എന്നാലും നിത്യമേനോൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.